ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു പുതിയ ഐറ്റം ആയിട്ടാണ് വന്നത്. കബാബ് ഉണ്ടാക്കാനാണ്. ഇത് മിൻസ്ഡ് ബീഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കബാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ നല്ല മിൻസ് ബീഫാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മിൻസായി പോകരുത്. ഈ ഒരു പരിവൊക്കെ ഓക്കെ. പിന്നെ അതിലേക്ക് ഇത് മല്ലിയില്ലേ, പച്ചമല്ലി, പിന്നെ ചില്ലി ഫ്ലേക്സും നമ്മുടെ നല്ല ജീരകവും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അത് മല്ലി ഒരു ടേബിൾ സ്പൂണും ജീരകം 1 ടീസ്പൂണ്, ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പിന്നെ 2 പച്ചമുളക്. എല്ലാം ഭയങ്കര ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കേട്ടോ. നല്ല കുഞ്ഞായിട്ട് അരിയണം. എത്ര തിന്നായിട്ട് അരിയാൻ പറ്റും അത്രയും തിന്നായിട്ട് അരിയണം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ളത്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് കോൺഫ്ലവറും പിന്നെ നമ്മുടെ കടലമാവില്ലേ അതും കൂടെ ഒരേ അളവിൽ ഹാഫ് കപ്പിൽ ഒരേ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചേർത്തിട്ട് നമ്മുടെ കബാബ് പൊട്ടിപ്പോകരുത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്തത് തികഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിയുമ്പം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിലേക്ക് എടുത്ത പൊടി എനിക്ക് കറക്റ്റായിരുന്നു. കാരണം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന മിൽസ് ബീഫ് ഞാൻ കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് വെള്ളം തുടച്ചിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന ബീഫ് നമ്മൾ ഒക്കെ ഒന്ന് മിക്സിയിലേക്ക് ഒന്ന് മിക്സാക്കിയൊക്കെ എടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചാണ് നമുക്ക് ഈ പൗഡർ ആവശ്യം വരിക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. ഇപ്പോൾ ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ചെയ്യണം കേട്ടോ. കുരുമുളക് പൊടി ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ വേണേ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതൊന്ന് കവർ ചെയ്തിട്ട് ഇതിനൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, നല്ല അടികട്ടിയുള്ളൊരു പാന്. അതിലേക്ക് നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അധികം നമ്മൾ എന്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. ഇത് ശരിക്കും വെളിച്ചെണ്ണയല്ല, ഇതിന് ഓയിലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് വെളിച്ചെണ്ണ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ബീഫിൻ്റെ തന്നെ കുറച്ച് നെയ്യ് കേട്ടോ. അത് രണ്ടും കൂടിയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്കതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് നമുക്ക് കയ്യിൽ പരത്താം കേട്ടോ. എനിക്ക് അതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ പരത്താൻ അറിയില്ല. അപ്പോൾ നമുക്ക് കയ്യിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ. വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറച്ച് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രസമുള്ളൊരു സാധനമാണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടണേ. ശരിക്കും ഒരുപാട് അങ്ങോട്ട് വേഗമൊന്നും വേണ്ട കേട്ടോ. ശരിക്കും ഉള്ളൊന്ന് ഓയിലായിരിക്കണം, പക്ഷെ നല്ല പുറത്തൊന്ന് കരിഞ്ഞിരിക്കണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴത്തേക്ക് ഉള്ളിൽ നന്നായിട്ട് വേഗവും ചെയ്യും കേട്ടോ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ചൂടുണ്ട്.
കേട്ടോ, നല്ല ജ്യൂസിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്താണോ അഭിപ്രായം അതെനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ എല്ലാവർക്കും.